തസ്കിയ 181, റസാലത്ത് 73. ദഈയുമൻ യതബന്നാഹു ലിറഗ്ബതിഹി ഫീഹി ഇൻദിഫാഅൻ ബിദുനിയാഹു ഇദാ കബുറാ കമുസ്മിരിൻ മാഇലിൻ ലില്ലക്മി യന്തഫിഉ ബിസമരിഹി ഗൈറു മൻ യസ്ഖീഹി മുൻതദിറാ. ദഈയു മൻ യതബന്നാഹു ലിറഗ്ബതിഹി, ഒരാളുടെ ദത്തുപുത്രൻ, അയാൾ ആ ദത്തുപുത്രനെ വളർത്തുന്നു. ലിറഗ്ബതിഹി ഫീഹി ഇൻദിഫാഅൻ ബിദുനിയാഹു ഇദാ കബുറ, ആ ദത്തുപുത്രൻ വളർന്നു വലുതായാൽ അവൻ്റെ ദുന്യാവ് കൊണ്ട് ഇവന് വല്ല ഉപകാരവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അന്യൊരുത്തൻ്റെ മകനെ ദത്തുപുത്രനായി വളർത്തിയാൽ അവൻ കമുസ്മിരിൻ മാഇലിൻ ലില്ലക്മി, വഴിയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഫലമുള്ള കായയുള്ള ഒരു മരം പോലെയാണ്. യന്തഫിഉ ബി സമരിഹി, ആ മരത്തിൻ്റെ കായ കൊണ്ട് ഉപകാരം ലഭിക്കുന്നത് ഗൈറു മൻ യസ്ഖീഹി മുൻതദിറ, വളരെ പ്രതീക്ഷയോടുകൂടെ വെള്ളം നനച്ച് വളർത്തിക്കൊണ്ടുവരുന്നവൻ അല്ലാത്ത മറ്റുള്ളവരാ. സ്വന്തം പറമ്പിൽ മുളച്ചൊരു മരം, അയാളതിന് വെള്ളവും വളവും ചേർക്കുന്നു. ആ മരത്തിൻ്റെ തല പൊതു റോട്ടിലേക്കാണ്. അതിൽ നിന്ന് വീഴുന്ന കായകൾ വഴിയാത്രക്കാർ പെറുക്കിക്കൊണ്ടുപോകുന്നു. ഇതുപോലെയായിരിക്കും ദുന്യാവിൽ ഗുണം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ദത്തുപുത്രനായി വളർത്തിക്കൊണ്ടുവന്നാൽ അതിൻ്റെ പരിണിതി. സാധുക്കളായ ആളുകളെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർക്കാവശ്യമായ എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്ന നല്ല മനുഷ്യർ ധാരാളം ലോകത്തുണ്ട്. അനാഥരുടെ കഫാലത്ത് അതിൽപ്പെട്ടതാണ്. അഗതികളുടെ കഫാലത്തും വിധവകളുടെ കഫാലത്തും അതിൽപ്പെട്ടതാണ്. അത് നല്ല കാര്യമാണ്. സാധുക്കളെ സഹായിക്കുക, നിരാലംബരെ സംരക്ഷിക്കുക എന്നതൊക്കെ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇങ്ങനെ സംരക്ഷണം ദത്തുപുത്രനെ സംരക്ഷിക്കുന്നത് പോലെ ഒരാളെ സംരക്ഷിക്കുന്നു. തൻ്റെ മകനായിട്ട് തന്നെ കാണുന്ന രൂപത്തിൽ എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്ത് വളർത്തുന്നു. പക്ഷെ അതിന് പിന്നിൽ അയാളുടെ ചേതോവികാരം, അയാളുടെ ചാലകശക്തി ദുന്യവിയായിട്ട് ആ വളർത്തപ്പെടുന്നവനെ ഉപയോഗിക്കണമെന്നാണ്. അങ്ങനൊരു വ്യാമോഹം ഒരാൾക്കും ഉണ്ടാവേണ്ടതില്ല. ഒരു പക്ഷേ അത് കടുത്ത നിരാശയിലേക്കായിരിക്കും ചെന്നെത്തിക്കുന്നത്. ആ വളർത്തപ്പെടുന്നവർ ഇവരെ സഹായിച്ചോളണമെന്നില്ല. അവ പ്രതീക്ഷാസ്ഥാനത്തായിരിക്കും. അത് അവസാനം മാനസികമായ പ്രയാസം സൃഷ്ടിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ ദത്തുപുത്രന്മാരെയും പുത്രിമാരെയും വളർത്തുന്നവർ, കഫാലത്ത് ഏറ്റെടുക്കുന്നവർ, സംരക്ഷണം ഏറ്റെടുക്കുന്നവരൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിക്കായിരിക്കണം അത് ചെയ്യേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞല്ലോ, അലം യജിദ്ക യതീമൻ ഫആവ വജദക ളാല്ലൻ ഫഹദ വജദക ആയിലൻ ഫഅഗ്ന ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ. നിങ്ങളൊരു അനാഥയായിരുന്നു, അള്ളാഹു ഔദാര്യപൂർവ്വം നിങ്ങളെ സംരക്ഷിച്ചു. സാമ്പത്തിക പരാധീനതയുടെ ഒരു കാലമുണ്ടായിരുന്നു, അള്ളാഹു തീർത്തു തന്നു. അതുകൊണ്ട് അമ്മസായിലെ ഫലാ തൻഹർ, ആരെങ്കിലും ചോദിച്ചു വന്നാൽ, യാചിച്ചു വന്നാൽ അവരെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത്. അനാഥരോട് മോശമായി പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ ആ ഒരായത്ത് ഉൾക്കൊണ്ടുകൊണ്ട് അനാഥരും അഗതികളും യാചകരൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം അതിലുണ്ട്. അത് ആഖിറത്തിൻ്റെ വിജയത്തിന് നിദാനമായ ഒരു ഘടകമാണ് എന്ന ലക്ഷ്യത്തോടുകൂടെ പടച്ചവന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം മറ്റുള്ളവരുടെ കഫാലത്ത് ഏറ്റെടുക്കേണ്ടത്.
അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഒരു 5 ഫിൽസ് അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ സമ്പത്തായിട്ട് ആഖിറത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ദുന്യാവിന് വേണ്ടി ഒരാളും മറ്റൊരാളെ സംരക്ഷിക്കേണ്ടതില്ല. ദഅയ്യുമൻ യതബന്നാഹു ലിറബത്തിഹി ഫീഹി ഇന്തിഫാൻ ബിദുന്യാഹു ഇദാ കബറ. വളർന്നു വരുന്ന സമയത്ത് ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദത്തുപുത്രനാക്കിയിട്ട് ഒരാളെ വളർത്തിക്കൊണ്ടുവന്നാൽ കമുസ്ബിരിൻ മാഇലിൻ ലിൽലക്മി യന്തഫിഉ ബിസമരിഹി ഗൈറു മൻ യസ്കീഹി മുൻതളിറ. വെള്ളം കുടിപ്പിക്കുന്നവനും നനക്കുന്നവനും അല്ലാത്ത ആൾ പഴം ഉപകാരപ്പെടുന്ന വിധത്തിൽ പുറത്തോട്ട് റോട്ടിലോട്ട് പൊതുവഴിയിലേക്ക് ചാഞ്ഞിരിക്കുന്ന മരം പോലെയായിരിക്കുമെന്ന് അർത്ഥവത്തായ ഒരു ഉപദേശമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.